ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചോറ് നമ്മൾ മാറ്റി വെക്കല്ലേ, നമുക്ക് മിച്ചം വരുന്ന ചോറ് വെച്ചിട്ടുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബാക്കി വന്നൊരു ബിരിയാണി റൈസാണിത്. സാദാ ചോറാണെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട ആണ് പൊട്ടിച്ചൊഴിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടും സോയാ സോസ് ആഡ് ചെയ്യുമ്പം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ മസാലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ട്രേയിലോട്ട് മാറ്റുകയാണ്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് നല്ല പരത്തി എടുക്കുക. എന്നിട്ട് 4 സൈഡും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഭാഗവും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് ഞാൻ അതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പീസായിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ പാർട്ടും ക്ലിയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം അതിനനുസരിച്ച് അതുപോലെ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻസിൽ റിപ്ലൈ തരിക. നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് ഇതിലൂടെ ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണേ. ഇതപ്പം നമ്മൾ ഓരോ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ്. നല്ല റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വെളിയിൽ നിന്ന് ഉള്ള എണ്ണയിലുള്ള ഉണ്ടാക്കിയതൊക്കെ വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ. എല്ലാവരുടെ വീട്ടിലും ചോറൊക്കെ മിച്ചം വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് അഭിപ്രായം പറയണേ. ഇതാ നമ്മുടെ സ്നാക്ക് റെഡിയായി. എന്ത് പെട്ടെന്ന് സിമ്പിളായിട്ടല്ലേ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാം. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള സിമ്പിൾ വീഡിയോയ്ക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇനി നാളെ കാണാം.